പുലർച്ചെ 3 മണി. ഈ മുറിയിലെ ജനലുകൾ അടച്ചിട്ടും ആ തീവ്രമായ തണുപ്പെൻ്റെ ദേഹത്തേക്ക് അരിച്ചിറങ്ങുന്നു. കൊച്ചിയിലെ ഈ ഹൈഫൈ അപ്പാർട്ട്മെൻറ്റിലെ എയർ കണ്ടീഷനിങ്ങിന് പോലും ആ മരവിപ്പ് എന്നെ വിട്ടുപോകാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് കാലാവസ്ഥയുടെ തണുപ്പല്ല, അത് കാലപ്പഴക്കത്താൽ കട്ടപിടിച്ച ഭയമാണ്. ആ തണുപ്പിൽ വാടിയ പൂവിൻ്റെയും പഴയ അത്തർഗന്ധത്തിൻ്റെയും ഓർമ്മയുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിനും നാം ഒരിക്കലും കാണാൻ പാടില്ലാത്ത ലോകത്തിനുമിടയിൽ ഒരു നേരിയ കർട്ടനുണ്ട്. അതൊരുടമ്പടിയാണ്. മനുഷ്യരും അവരുടെ പേരിടാത്ത ശക്തികളും തമ്മിലുള്ള നിശബ്ദമായ ഒരു കരാർ. ചില വാതിലുകൾ അവ പൂട്ടുകളാൽ അടച്ചതല്ല, അവയെ അടച്ചു നിർത്തുന്നത് നൂറ്റാണ്ടുകളുടെ ഭയവും ചില മന്ത്രങ്ങളാൽ തളച്ച നൂലുകളുമാണ്. ആ കർട്ടൻ കീറിയാൽ പുറത്തുനിന്നുള്ളത് അകത്തേക്ക് വരും. അത് നമ്മൾ ചവിട്ടിയ നിലത്ത്, നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ, നമ്മുടെ കുട്ടികളുടെ നിഷ്കളങ്കതയിൽ കലരും. ഒരു മനുഷ്യൻ്റെ അഹങ്കാരം ഒരു ദേശത്തിൻ്റെ ശാപമായി മാറുന്നത് എങ്ങനെയെന്ന് എനിക്കിപ്പോൾ അറിയാം. എൻ്റെ രക്ഷകർത്താക്കൾ തന്ന ആ വാക്ക്, തിരിഞ്ഞു നോക്കരുത്. ആ സ്കൂളിലെ ആ വാതിൽ എൻ്റെ മുന്നിൽ ഒരു കൗതുകം മാത്രമായിരുന്നു. ആധുനികതയുടെ വെളിച്ചത്തിൽ അന്ധവിശ്വാസങ്ങളെ പുച്ഛിച്ചു തള്ളിയ എൻ്റെ കൈകൾ ആ അടഞ്ഞ കെട്ടുകൾ അഴിച്ചപ്പോൾ ഞാൻ തുറന്നത് ഇരുമ്പിൻ്റെ പൂട്ടുകളായിരുന്നില്ല. ഞാൻ തുറന്നത് ചരിത്രത്തിൻ്റെ ആഴങ്ങളിൽ ഉറങ്ങിക്കിടന്ന ഒരു ഭീകരതയായിരുന്നു. ആ നിമിഷം ആ കറുത്ത പുകമഞ്ഞായി പുറത്തുവന്ന തണുത്ത കാറ്റ് എൻ്റെ ശരീരത്തിലൂടെ ഒരു മരവിപ്പ് പോലെ കടന്നുപോയപ്പോൾ എൻ്റെ ജീവിതം ഒരു സാധാരണ റിപ്പോർട്ടായി അവസാനിക്കില്ലെന്ന് ഞാൻ അറിഞ്ഞു. ഇത് ആർക്കും തുറക്കാൻ ധൈര്യമില്ലാത്ത ഒരു പേടിപ്പെടുത്തുന്ന നോവലാണ്. അതിൻ്റെ ആദ്യ അധ്യായമാണ് ഞാൻ ഈ എഴുതുന്നത്. ചില അടഞ്ഞ അധ്യായങ്ങൾ എക്കാലവും അങ്ങനെ തന്നെ നിലനിൽക്കണം. ഗൗരി മേനോൻ, 26 വയസ്സ്. അവൾക്ക് യാഥാർത്ഥ്യമെന്നത് ഷട്ടർ സ്പീഡും ഡെപ്ത് ഓഫ് ഫീൽഡും മാത്രമായിരുന്നു. വികാരങ്ങളോ വിശ്വാസങ്ങളോ ഒരു ഫ്രെയിമിലും ഉൾപ്പെടുത്താൻ അവൾ ആഗ്രഹിച്ചില്ല. അവൾക്ക് ലോകം വ്യക്തമായ തിരുത്തലുകൾക്ക് വിധേയമാക്കാവുന്ന ഡിജിറ്റൽ ചിത്രങ്ങളായിരുന്നു. കൊച്ചിയിലെ ട്രൂത്ത് വീക്ക് മാസികയുടെ 20ാം നിലയിലെ തീവ്രമായ എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസിൽ ഇരിക്കുമ്പോൾ പുറത്തെ നഗരത്തിൻ്റെ കഠിനമായ ചൂട് അവൾ അറിഞ്ഞില്ല. ആ തണുത്ത അന്തരീക്ഷം അവളുടെ യുക്തിബോധത്തെ ഉറപ്പിച്ചു നിർത്തി. കേരളത്തിൻ്റെ മറന്നുപോയ വിദ്യാലയങ്ങൾ എന്ന പ്രൊജക്റ്റ്, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ദ്രവിച്ച സർക്കാർ സ്കൂളുകളെക്കുറിച്ചുള്ള പരമ്പര. ഈ വിഷയം ഗൗരിയെ സംബന്ധിച്ചിടത്തോളം വെറും സാമൂഹിക പ്രതിബദ്ധതയായിരുന്നില്ല, മറിച്ച് ഒരു വെല്ലുവിളിയായിരുന്നു. കാലം ബാധിച്ച കെട്ടിടങ്ങളിൽ പോലും അമാനുഷികമായ സൗന്ദര്യം കണ്ടെത്താനുള്ള വെല്ലുവിളി. അവൾ കാഞ്ഞിരപ്പള്ളി തിരഞ്ഞെടുത്തു. പാലക്കാടിൻ്റെ ഉൾനാടൻ ഗ്രാമം. താൻ 7ാം ക്ലാസ് വരെ പഠിച്ച അതേ പഴയ LP സ്കൂൾ. ആ സ്കൂൾ അവളുടെ മനസ്സിൽ മങ്ങിയതും എന്നാൽ ഭംഗിയുള്ളതുമായ ഒരു ഓർമ്മ മാത്രമായിരുന്നു. കാലം ഒരു വസ്തുവിനെ നശിപ്പിച്ചാലും അതിൻ്റെ ഫ്രെയിമിംഗ് ശരിയാണെങ്കിൽ അത് കലയാണ്, അവൾ സ്വയം മന്ത്രിച്ചു. ആ സ്കൂളിൻ്റെ ജീർണാവസ്ഥ അവളുടെ ലെൻസിന് ഒരു കവിതയാകുമെന്ന് അവൾ ഉറപ്പിച്ചു. ആ തീരുമാനമെടുത്ത നിമിഷം കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ നീല വെളിച്ചത്തിനു പിന്നിൽ ഒരു നിമിഷത്തേക്ക് അവൾക്ക് തണുത്ത ഒരു കാറ്റ് അനുഭവപ്പെട്ടു. അതൊരു എയർ കണ്ടീഷണറിൻ്റെ തകരാറോ ഡ്രാഫ്റ്റോ ആയി അവൾ കരുതി. എന്നാൽ ആ കാറ്റിൽ വാടിയ പൂവിൻ്റെയും കരിഞ്ഞുപോയ മരുന്നിൻ്റെയും നേർത്ത ഒരു ഗന്ധമുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് നേരത്തേക്ക് ആ അസ്വാഭാവിക തണുപ്പ് അവളെ ഭയപ്പെടുത്തി. പക്ഷേ അവൾ അത് മനഃപൂർവ്വം അവഗണിച്ചു. യുക്തിക്ക് വിശദീകരിക്കാൻ കഴിയാത്തതിനെ അവൾക്ക് ആവശ്യമില്ലായിരുന്നു. ഗൗരിയുടെ കൂടെ വിനയൻ, ലൈറ്റ്മാൻ, സലാം, വീഡിയോഗ്രാഫർ എന്നിവരുണ്ടായിരുന്നു. നഗരത്തിലെ തിരക്കിട്ട ജീവിതത്തിൽ വേരുകളുള്ള അമാനുഷിക കാര്യങ്ങളിൽ വിശ്വസിക്കാത്ത 3 പ്രൊഫഷണലുകൾ. അവർക്ക് മന്ത്രവാദമെന്നാൽ സിനിമയിലെ കെട്ടുകഥകൾ മാത്രമായിരുന്നു. ആധുനികതയുടെ ഈ 3 പ്രതിനിധികൾ നൂറ്റാണ്ടുകളുടെ ഭയം കെട്ടിയിട്ട വാതിലിനടുത്തേക്ക് തികഞ്ഞ അഹങ്കാരത്തോടെ യാത്ര തുടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. അവരുടെ യാത്ര വെളിച്ചവും അതിൻ്റെ മറുവശത്തുള്ള അദൃശ്യമായ നിഴലും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ തുടക്കമായിരുന്നു. പാലക്കാട്ടെ തറവാട്ടിലെത്തിയ ഗൗരിക്ക് നഗരത്തിലെ തണുപ്പിൽ നിന്നും തീവ്രമായ ചൂടിലേക്ക് കാലെടുത്തു വെച്ചതുപോലെ അനുഭവപ്പെട്ടു. എന്നാൽ അത് അന്തരീക്ഷത്തിലെ ചൂടായിരുന്നില്ല, അത് അവളുടെ മാതാപിതാക്കളുടെ കണ്ണുകളിലെ കടുത്ത ഭയത്തിൻ്റെ ചൂടായിരുന്നു. അമ്മ അവളെ കണ്ടതും കെട്ടിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടി. ആ കണ്ണുനീരിൽ വാത്സല്യമായിരുന്നില്ല, കടുത്ത ഭയമായിരുന്നു. ഗൗരി, വേണ്ട മോളെ, ആ സ്കൂളിലേക്ക് പോകണ്ട. അമ്മയുടെ ശബ്ദം നേർത്തു വിറച്ചു. അടുക്കളയിലെ അരണ്ട വെളിച്ചത്തിൽ അമ്മയുടെ മുഖം കൂടുതൽ വിളറി. ഇതൊരു ജോലിയാണമ്മേ,
വെറുമൊരു സ്കൂളല്ലേ, ഞാനവിടെ പഠിച്ചതല്ലേ? ഗൗരിയുടെ വാക്കുകളിൽ ആധുനികതയുടെ മൂർച്ചയും ഗ്രാമീണ വിശ്വാസങ്ങളോടുള്ള വ്യക്തമായ പുച്ഛവും കലർന്നിരുന്നു. അച്ഛൻ ഗോപിനാഥൻ പതിവില്ലാത്ത ഗൗരവത്തിൽ അവളെ തടഞ്ഞു. അവിടെ പഠിച്ചതുകൊണ്ടാണ് നിന്നെ പോകരുതെന്ന് പറയുന്നത്. അന്ന് നീ ചെറിയ കുട്ടിയായിരുന്നു. നിനക്കറിയാത്ത ചില കാര്യങ്ങൾ ആ പഴയ കെട്ടിടത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ കെട്ടിടത്തിന് താഴെ കിടക്കുന്ന ഭൂമിക്ക് നമ്മളറിയാത്ത ഒരു ശാപമുണ്ട്. ചില കതകുകൾ ഒരിക്കലും തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. അച്ഛൻ ശബ്ദം തീരെ താഴ്ത്തി ചുറ്റും നോക്കിയ ശേഷം തുടർന്നു. അടുത്തിടെയായി അവിടെ നടന്ന അപകടങ്ങൾ ഓർമ്മയുണ്ടോ? വാച്ച്മാൻ രാജന്റെ ഭാര്യ സുശീല, അവൾ ദിവസവും വൈകുന്നേരം സ്കൂളിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിനിടയിൽ ആ അടഞ്ഞ മുറിയുടെ അടുത്തുനിന്ന് ഒരുതരം കരച്ചിൽ കേട്ടെന്ന് പറഞ്ഞു. എന്നെ വിടൂ, എന്നെ വിടൂ എന്ന് പറയുന്നതുപോലെ. തലേന്നത്തെ ദിവസം അവൾ കടുത്ത വിഭ്രാന്തിയിലായിരുന്നു. എന്തോ ഒന്ന് അവളെ പിന്തുടരുന്നുണ്ടെന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയായി എഴുതിത്തള്ളാൻ കാരണം പോലീസിന് വേറെ വഴിയില്ലായിരുന്നു. ഗൗരിയുടെ നെറ്റി ചുളിഞ്ഞു. അച്ഛാ, അതൊരു പ്രാദേശിക ദുരന്തമാണ്. അതിനെന്തിനാണൊരു കെട്ടുകഥയിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്? കെട്ടുകഥയല്ല മോലെ. അച്ഛൻ ഗൗരിയുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. ആ പിടിയിൽ ഭയവും വാത്സല്യവും കലർന്നിരുന്നു. കഴിഞ്ഞ മാസം കമ്പ്യൂട്ടർ ലാബ് തീപിടിച്ചതും യാദൃച്ഛികമല്ല. ലാബുണ്ടായിരുന്ന ചുമരിന്റെ നേർ എതിർവശത്താണ് ആ പഴയ മുറി. തീപിടുത്തം നടന്ന ദിവസം രാത്രി ചില കുട്ടികൾ കളിച്ചു നടക്കുന്നത് കണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷേ ആ സമയം സ്കൂൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ തീപിടുത്തത്തിനു പിന്നിൽ ഒരു കറുത്ത രൂപം കണ്ടെന്ന് രാജന്റെ മകൻ പറഞ്ഞിരുന്നു. കുട്ടികൾ കാണുന്നത് നമുക്ക് വിഭ്രാന്തിയാവാം, പക്ഷേ ഈ സംഭവങ്ങളെല്ലാം ഒരിടത്തേക്ക് വിരൽ ചൂണ്ടുന്നു, ആ പഴയ മുറിയിലേക്ക്. അമ്മ വീണ്ടും കരഞ്ഞു. നമ്മുടെ കുടുംബം ഒരുപാട് നേർച്ചകൾ നേർന്നിട്ടുണ്ട് മോളെ. ആ മുറിയിലെ ദുരാത്മാവ്, അത് അപകടമാണ്. ഞങ്ങൾ നിനക്ക് വേണ്ടി നേർച്ചകൾ നേർന്നിട്ടുണ്ട്. ആ മുറി, അത് അപകടമാണ്. നീ അവിടെ പോകരുത്. പക്ഷേ ഗൗരിയുടെ ഉള്ളിലെ പ്രൊഫഷണൽ മാധ്യമപ്രവർത്തക ഉണർന്നു. അവൾ ഈ സംഭവങ്ങളെയെല്ലാം പ്രാദേശിക ഭയത്തിന്റെ ഭാഗമായി തള്ളിക്കളഞ്ഞു. ഈ ഭയം പോലും തന്റെ റിപ്പോർട്ടിന് പശ്ചാത്തലമായി നൽകാൻ അവൾ ആഗ്രഹിച്ചു. ഈ ഗ്രാമീണ ഭയം തകർക്കുന്നതാണ് എന്റെ റിപ്പോർട്ട്, അവൾ മനസ്സിൽ പറഞ്ഞു. യുക്തിക്ക് വിശദീകരിക്കാൻ കഴിയാത്തതിനെ അവൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഫ്രെയിമുകളും ലൈറ്റുകളും ക്യാമറകളും മനസ്സിൽ പേറി അവൾ മാതാപിതാക്കളുടെ കണ്ണിലെ അന്ധകാരം അവഗണിച്ച് പിറ്റേന്ന് ഷൂട്ടിംഗ് ക്രൂവിനൊപ്പം സ്കൂളിലേക്ക് തിരിച്ചു. സ്കൂളിന്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ തന്നെ ഗൗരിയുടെ മനസ്സിലെ യുക്തിക്ക് വീണ്ടും ആദ്യത്തെ വിള്ളൽ അനുഭവപ്പെട്ടു. പുറത്ത് പാലക്കാടിന്റെ വരണ്ട കൊടും വേനലായിട്ടും സ്കൂളിന്റെ കൽക്കെട്ടിനകത്ത് അസ്വാഭാവികമായൊരു തണുപ്പുണ്ടായിരുന്നു. അതൊരു സാധാരണ കെട്ടിടത്തിന്റെ തണുപ്പായിരുന്നില്ല, മറിച്ചത് ജീവൻ വലിച്ചെടുക്കുന്നതുപോലെയുള്ള മരവിപ്പായിരുന്നു. അവൾക്ക് ചുറ്റും ക്ലാസ് മുറികൾ നിശബ്ദമായിരുന്നില്ല. അവ എന്തോ മന്ത്രിക്കുന്നതുപോലെ അവൾക്ക് തോന്നി. ചുമരുകൾ നനഞ്ഞ് പായൽ പിടിച്ച് ദ്രവിച്ചു നിന്നു. ക്ലാസ് മുറികളിലെ കരുത്ത ബെഞ്ചുകൾക്ക് മുകളിലൂടെ പ്രകാശം പതിക്കുമ്പോൾ അത് വെറും ബെഞ്ചുകളല്ല, അടുക്കിവെച്ച ശവപ്പെട്ടികളാണ് എന്ന് ഗൗരിക്ക് തോന്നി. ഓരോ ബെഞ്ചിലും ഇരുന്ന കുട്ടികളുടെ നിഴലുകൾ കാലപ്പഴക്കത്താൽ കറുത്തുപോയ തറയിൽ നിശ്ചലമായി കിടക്കുന്നുണ്ടായിരുന്നു. അവളെ വരവേറ്റ ഹെഡ്മാസ്റ്ററുടെ കണ്ണുകളിൽ ഭയം ഉറഞ്ഞുകൂടിയിരുന്നു. നന്നായിരിക്കും മോളെ, വേഗം ഷൂട്ട് തീർത്ത് പോകുന്നതാണ്. ഇവിടെ അധിക നേരം നിൽക്കുന്നത് ശരിയല്ല. അയാൾ ഒഴിഞ്ഞ ക്ലാസ് മുറികളിലേക്ക് നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. രാത്രിയിൽ ഇവിടെ ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. പഴയ കെട്ടിടത്തിന്റെ ശബ്ദങ്ങളാണെന്ന് ഞാൻ എപ്പോഴും സ്വയം ആശ്വസിക്കും. എന്നാൽ പ്യൂൺ ഭാസ്കരൻ ചേട്ടൻ കൂടുതൽ ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. അയാൾക്ക് വിറയലുണ്ടായിരുന്നു. അത് തണുപ്പുകൊണ്ടായിരുന്നില്ല, കടുത്ത മാനസിക സമ്മർദ്ദം കൊണ്ടായിരുന്നു. അയാൾ എപ്പോഴും നിലത്തേക്ക് മാത്രം നോക്കി നടന്നു. ഒരൊറ്റ ചുമരിലേക്കോ ഒഴിഞ്ഞ ക്ലാസ് മുറികളിലേക്കോ അയാൾ കണ്ണെടുത്തില്ല. ഇതൊരു പണിയാണ് മോളെ, ഒരു ശാപം പോലെ ചെയ്യുന്ന പണി. രാത്രിയിൽ ഉറങ്ങാതെ കാവലിരിക്കേണ്ട പണി. ഞാൻ കാവലിരിക്കുന്നത് ഈ കെട്ടിടത്തിനു വേണ്ടിയല്ല, ആ വാതിലിൽ നിന്നും എന്തെങ്കിലും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ്. ഗൗരിക്കു ചുറ്റും അന്തരീക്ഷം കട്ടിയായി. അവിടവിടെയായി ഒരുതരം മധുരം കലർന്ന പുള്ളിരസം ഗന്ധം അവൾക്കിടയ്ക്ക് അനുഭവപ്പെട്ടു. അത് പുതിയ പൂക്കളുടെ ഗന്ധമല്ല, അത് ഉണങ്ങിപ്പോയ ജീർണിച്ച ഏതെങ്കിലും വസ്തുവിൻ്റെ ഗന്ധമായിരുന്നു. അതൊരു പഴയ അത്തർഗന്ധമാണോ, അതോ മണ്ണിൽ പൂണ്ടുപോയ എന്തോ ഒന്നിൻ്റെ ദുർഗന്ധമോ? തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അസ്വസ്ഥപ്പെടുത്തുന്നതായിരുന്നു ആ ഗന്ധം. അതവരുടെ ശ്വാസകോശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി, ഒരുതരം മനം പിരട്ടലുണ്ടാക്കി. ആ തണുപ്പിൽ
അവളുടെ കാതുകളിൽ ഒരു നേർത്ത മർമ്മരം കേൾക്കുന്നത് പോലെ തോന്നി. അത് കാറ്റിൻ്റെ ശബ്ദമാണോ, അതോ ചുമരുകൾക്കപ്പുറത്തു നിന്നും വരുന്ന ഒരു സംഭാഷണമാണോ? ഗൗരി ക്യാമറ ഓണാക്കി അതിൻ്റെ ലെൻസ് സ്കൂളിൻ്റെ ഏറ്റവും ഇരുണ്ട ഭാഗത്തേക്ക് തിരിച്ചു. പ്രൊഫഷണൽ ചിന്താഗതിയോടെ അവൾ മനസ്സിൽ പറഞ്ഞു, ഇതൊരു ഹാലോഫോബിയയുടെ പ്രതിഫലനം മാത്രമാണ്. പക്ഷേ അവളുടെ കൈകൾ അറിയാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആദ്യമായി ഗൗരിയുടെ യുക്തിക്ക് മുന്നിൽ ഭയം ഒരു തണുത്ത ചോദ്യചിഹ്നമായി ഉയർന്നു നിന്നു. ഷൂട്ടിങ്ങിന്റെ തിരക്കിനിടയിൽ ഗൗരിയുടെ ക്യാമറ ടീം കമ്പ്യൂട്ടർ ലാബും ലൈബ്രറിയും ചിത്രീകരിക്കുന്നതിനിടയിൽ സ്കൂളിന്റെ ഏറ്റവും അറ്റത്തുള്ള മനുഷ്യശബ്ദമില്ലാത്ത ഒരു കോണിലേക്ക് ഗൗരിയുടെ ശ്രദ്ധ പോയി. സ്കൂളിന്റെ മറ്റു ഭാഗങ്ങളിൽ വെളിച്ചവും പൊടിപടലങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഭാഗം ഇരുളും നിശബ്ദതയും കൊണ്ട് വേർതിരിഞ്ഞു നിന്നു. അവിടെ മറ്റു ക്ലാസ് മുറികളിൽ നിന്നും വേറിട്ട് ഒരു വാതിൽ മാത്രം ഒറ്റപ്പെട്ടു നിന്നു. അതൊരു ക്ലാസ് മുറിയുടെ വാതിലായിരുന്നു, എന്നാൽ മറ്റു മുറികളെപ്പോലെ ആയിരുന്നില്ല. വാതിലിന് ഇരുമ്പിന്റെ പൂട്ടുകളോ പുതിയ കട്ടിയുള്ള ചങ്ങലകളോ ഉണ്ടായിരുന്നില്ല. അതിനു പകരം തുണിയുടെയും നൂലിന്റെയും പഴകി കറുത്ത നൂറുകണക്കിന് ചരടുകൾ കെട്ടിന്മേൽ കെട്ടായി പല തലമുറകളിലെ ഭയം പോലെ ചുറ്റിപ്പിണഞ്ഞു കെട്ടിയിരിക്കുന്നു. ചില കെട്ടുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് തോന്നി. അവയുടെ നിറം മങ്ങി പല ഭാഗത്തും ദ്രവിച്ചു പോയിരുന്നു. ഈ കെട്ടുകളിൽ നിറയെ ഉണങ്ങിയ പൂക്കളും കരിഞ്ഞുണങ്ങിയ ഇലകളുമുണ്ടായിരുന്നു. ഓരോ കെട്ടും ഒരു പ്രാർത്ഥന പോലെ, ഒരു തടവ് പോലെ ആ വാതിലിനെ ഭീകരമായി അടച്ചു നിർത്തി. ഈ നൂലുകൾക്ക് ഏതിരുമ്പ് പൂട്ടുകളെക്കാളും സ്റ്റീൽ ചങ്ങലകളെക്കാളും വലിയൊരു ശക്തി ഉണ്ടായിരുന്നുവെന്ന് ഗൗരിക്ക് തോന്നി. ആ വാതിലിൽ നിന്ന് ഒരുതരം വാടിയ പൂവിൻ്റെയും കരിഞ്ഞ അത്തറിൻ്റെയും തീവ്രമായ ഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. ആ ഗന്ധം ആ മുറിയുടെ ചുറ്റും ഒരു അദൃശ്യ വലയം തീർക്കുന്നതുപോലെ. അത് അസ്വാഭാവികമായ തണുപ്പും വഹിച്ചു. ആ മുറിയുടെ ജനലുകൾ മൺചുമരുകൾ കൊണ്ട് പാടെ അടച്ചിരുന്നു. സൂര്യരശ്മിക്ക് പോലും ആ മുറിയിലേക്ക് കടക്കാൻ സാധിക്കില്ല. അതിനെക്കുറിച്ച് ഗൗരി വീണ്ടും ഭാസ്കരൻ ചേട്ടനോട് ചോദിച്ചു. അയാൾ ആ വാതിൽ കണ്ടതും ഭയന്ന് പുറകോട്ടു മാറി. അയാളുടെ കയ്യിലെ വെള്ളക്കുപ്പിയോടെ താഴെ വീണു. അയാൾ വിറയ്ക്കാൻ തുടങ്ങി. അങ്ങോട്ട് നോക്കരുത്, അങ്ങോട്ട് പോകരുത്, അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കുകയുമരുത്, അയാൾ അലറി. അയാളുടെ കണ്ണുകളിൽ നിറഞ്ഞ ഭ്രാന്തമായ ഭയം ഗൗരിയെ അസ്വസ്ഥയാക്കി. ഇതൊരു കൗതുകകരമായ ഫ്രെയിമാണ്. ഗൗരിക്ക് ജിജ്ഞാസ അടക്കാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സിലെ മാധ്യമപ്രവർത്തക ഉണർന്നു. ഈ പഴകിയ കെട്ടുകൾക്കപ്പുറത്ത് എന്ത് രഹസ്യമാണ് ഒളിഞ്ഞിരിക്കുന്നത്? ഈ ഭയം എന്തുകൊണ്ടാണ്? ഈ വാതിലിനെക്കുറിച്ച് എഴുതിയാൽ തന്റെ റിപ്പോർട്ടിന് ലഭിക്കുന്ന പ്രാധാന്യം അവൾ ഓർത്തു. അന്ധവിശ്വാസങ്ങളെ തകർക്കാൻ അവൾക്ക് ആ വാതിൽ തുറക്കേണ്ടിയിരിക്കുന്നു. അവൾ ആ കെട്ടുകളുടെ ഒരു മങ്ങിയ ചിത്രം തന്റെ ഫോണിൽ പകർത്തി. ഒരു നിമിഷം ആ ചിത്രം പകർത്തുമ്പോൾ അവളുടെ ഫോണിന്റെ സ്ക്രീനൊന്നും മിന്നി അണഞ്ഞതുപോലെ അവൾക്ക് തോന്നി. ഒരു തണുത്ത കാറ്റ് അവളുടെ ചെവിയിലേക്ക് മന്ത്രിച്ചതുപോലെ അവൾക്കൊരു തോന്നലുണ്ടായി. തുറക്കൂ, എന്നെ പുറത്തുവിടൂ. ഗൗരിയുടെ മനസ്സ് യുക്തിയുടെയും സാഹസികതയുടെയും അതിർവരമ്പുകളിൽ നിന്ന് നിഗൂഢതയുടെ അഗാധതയിലേക്ക് വീണു തുടങ്ങിയിരുന്നു. അടുത്ത ദിവസം ഉച്ചഭക്ഷണ സമയമായപ്പോൾ മറ്റു ടീമംഗങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോയ തക്കം നോക്കി അവൾ വാതിലിനടുത്തേക്ക് നടന്നു. ഭാസ്കരൻ ചേട്ടൻ ഉച്ചഭക്ഷണത്തിനായി പോയി. ആ സമയം ആ വാതിലിനു ചുറ്റും ഒരുതരം ആഴത്തിലുള്ള നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. അത് ഗൗരിയുടെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം പോലും ആംപ്ലിഫൈ ചെയ്തു. ആ വാതിലിനടുത്ത് അവൾക്ക് വീണ്ടും ആ തീവ്രമായ തണുപ്പ് അനുഭവപ്പെട്ടു. അവൾ കൈ നീട്ടിയപ്പോൾ വാതിലിൻ മുകളിൽ ചുറ്റിപ്പിണഞ്ഞു കിടന്ന കെട്ടുകളിൽ അവളുടെ വിരലുകൾ തട്ടി. ചരടുകൾ, തുണിയുടെ പഴകിയ കഷ്ണങ്ങൾ, കറുത്ത നൂലുകൾ, ഓരോ കെട്ടും ഒരു പ്രതിജ്ഞ പോലെ മുറുകെ പിടിച്ചിരുന്നു. ഗൗരിയുടെ മനസ്സിൽ ഒരു യുദ്ധം നടന്നു. തുറക്കരുത് എന്ന മാതാപിതാക്കളുടെ ഭയം, തുറക്കണമെന്ന മാധ്യമപ്രവർത്തകയുടെ ജിജ്ഞാസ വിജയിച്ചു. അവൾ പതുക്കെ ഒരു നൂല് വലിച്ചഴിച്ചു. അത് പൊടിഞ്ഞു താഴെ വീണു. ഒരു കരിഞ്ഞ മരുന്നിന്റെയും ചന്ദനത്തിരിയുടെയും ദ്രവിച്ച മാംസത്തിന്റെയോ പൂവിന്റെയോ ആയ ഗന്ധം അപ്പോൾ വീണ്ടും ശക്തമായി. ഏകദേശം 10 മിനിറ്റെടുത്തുള്ള പ്രയത്നത്തിനൊടുവിൽ ആ നൂറ്റാണ്ടുകളുടെ ഭയം കെട്ടിയിട്ട എല്ലാ കെട്ടുകളും അവൾ അഴിച്ചുമാറ്റി. ഓരോ നൂലും പൊട്ടിയപ്പോൾ വാതിലിൽ നിന്ന് ഒരുതരം നേരിയ ഇഴച്ചിൽ ശബ്ദം കേട്ടു. ആരോ ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടതുപോലെ. ഒടുവിൽ വാതിൽ തുറക്കാനായി അവൾ കൈവച്ചു. വാതിലിൽ കൈവച്ചപ്പോൾ ആ വാതിൽ തണുത്തുറഞ്ഞ ഇരുമ്പുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ആ വാതിൽ തുറന്ന ആ നിമിഷം സമയം നിലച്ചുപോയതുപോലെ. കട്ടപിടിച്ച പൊടിപടലങ്ങൾ ഒരു സ്ഫോടനം പോലെ പുറത്തേക്കിളകി. അതൊരു സാധാരണ പൊടിയായിരുന്നില്ല, അതൊരു തരം കറുത്ത പുകമഞ്ഞായിരുന്നു. ആ മുറിക്കുള്ളിൽ വർഷങ്ങളായി കുടുങ്ങിക്കിടന്ന തീവ്രമായ തണുത്ത കാറ്റ് അവളുടെ ശരീരത്തിലൂടെ ഒരു മരവിപ്പ് പോലെ കടന്നുപോയി. അവളുടെ നടുവിരൽ മുതൽ നെറുകം വരെ ഒരുതരം വൈദ്യുതാഘാതം ഏറ്റതുപോലെ മരവിച്ചു. അതൊരു അടഞ്ഞ മുറിയുടെ ഗന്ധമായിരുന്നില്ല,
അത് മണ്ണിൽ പൂണ്ടുപോയ പഴയ ഓർമ്മകളുടെയും മന്ത്രങ്ങളുടെയും തീവ്രമായ ഭയത്തിൻ്റെയും ഗന്ധമായിരുന്നു. ആ മുറി ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. പുറത്തേക്കിറങ്ങിയ കാട്ടിൽ അന്തരീക്ഷത്തിലെ സുഗന്ധം കലർന്നു. ആ വാടിയ പൂവിൻ്റെ ഗന്ധം. അത് പെട്ടെന്ന് ശക്തി പ്രാപിച്ച് അവളുടെ കഴുത്തിന് ഒരു കരടുപോലെ കുടുങ്ങി. അവളുടെ കഴുത്തിൻ്റെ പുറകുവശത്തായി ആരോ വളരെ തണുത്ത വിരലുകൾ കൊണ്ട് മൃദുവായി തലോടിയതുപോലെ അവൾക്ക് തോന്നി. ആ ശബ്ദം കേട്ട് ഭക്ഷണത്തിനായി പോയ ഭാസ്കരൻ ചേട്ടൻ അവിടേക്ക് ഓടിയെത്തി. തുറന്നുകിടക്കുന്ന വാതിൽ കണ്ടതും അയാൾ നിലത്തു വീണ് ഉറക്കെ ഭ്രാന്തമായി കരയാൻ തുടങ്ങി. അയാളുടെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു. അയാൾ ഭയന്ന് വിറച്ച് ഗൗരിയുടെ നേർക്ക് ചൂണ്ടി. നാശം, നീ എന്താ ഇത് ചെയ്തത്? നീ എന്തിനാണത് തുറന്നത്? നീ അവരെ പുറത്തുവിട്ടു. ഇവിടെ നഗരത്തിൽ ജീവിക്കുന്നവർക്ക് എന്തറിയാൻ ഇവിടുത്തെ അതിരുകൾ എത്ര വലുതാണെന്ന്? ഈ മുറിയിൽ ഇവിടെ ജിന്നുകൾ കൊടികൊള്ളുന്നു. വർഷങ്ങളോളം പൂജകളും പ്രാർത്ഥനകളും നടത്തി തളച്ചിട്ടതാണവരെ. നീ ഇപ്പോഴവരെ പുറത്തുവിട്ടു. നിന്റെ അഹങ്കാരം. എല്ലാവരും ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഭാസ്കരൻ ചേട്ടൻ പൊട്ടിക്കരഞ്ഞു. ഗൗരിയുടെ ആധുനികമായ മനസ്സിൽ ആദ്യമായി ഭയം യുക്തിയെ മറികടന്ന് വിജയിച്ചു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ തുറന്ന വാതിലിലൂടെ മുറിക്കുള്ളിൽ കറുത്ത നിഴലുകൾ മാത്രം അവൾ കണ്ടു. ഹോട്ടലിൽ തിരിച്ചെത്തിയ ശേഷം ഗൗരിയും ക്രൂവും പേടിപ്പിക്കുന്ന നിശബ്ദതയിൽ ഫൂട്ടേജുകൾ പരിശോധിക്കാൻ തുടങ്ങി. വിനയന്റെയും സലാമിന്റെയും മുഖങ്ങളിൽ ഭയം കട്ടപിടിച്ചിരുന്നു. അവരുടെ യുക്തിവാദപരമായ ലോകം ആ സ്കൂളിൽ വെച്ച് തകർന്നിരുന്നു. സർ, ഈ മുറിയുടെ ഭാഗം മുഴുവൻ കറുപ്പാണ്, ബ്ലാക്ക് ഫ്രെയിംസ് മാത്രം, ലൈറ്റ്മാൻ വിനയൻ പറഞ്ഞു. അവന്റെ ശബ്ദം വിറച്ചു. ക്യാമറ പ്രവർത്തിച്ചില്ല. ലെൻസ് കവർ ചെയ്തതുപോലെയുണ്ട്. പക്ഷെ ഞാനാണ് എടുത്തത്. ലെൻസ് തുറന്നിരിക്കുകയായിരുന്നു. സാധാരണ ഒരു തകരാറല്ല ഇത്. ടീം മുഴുവൻ ഫൂട്ടേജ് വീണ്ടും കണ്ടു. അവർ വാതിൽ തുറന്ന നിമിഷം വരെയുള്ള ദൃശ്യങ്ങൾ വ്യക്തം. എന്നാൽ വാതിൽ തുറന്ന ആ മുറിയിലേക്ക് ക്യാമറകൾ ഫോക്കസ് ചെയ്ത നിമിഷം മുതൽ ദൃശ്യങ്ങൾ പൂർണ്ണമായി കറുത്തു. ഒരൊറ്റ ഫ്രെയിം പോലും പതിഞ്ഞില്ല. ശബ്ദം പോലും റെക്കോർഡ് ചെയ്തില്ല. ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു ഇരുട്ട്. ജിന്നുകൾ. അവ കറുത്ത ഫ്രെയിമുകളായിരുന്നു. ഭാസ്കരൻ ചേട്ടന്റെ വാക്കുകൾ ഗൗരിയുടെ മനസ്സിൽ വീണ്ടും അലയടിച്ചു. ഗൗരിയുടെ ഫോണിൽ വാതിൽ തുറക്കുന്നതിന് തൊട്ടുമുമ്പെടുത്ത ഒരു മങ്ങിയ ചിത്രമുണ്ടായിരുന്നു. അവൾ അത് തന്റെ ലാപ്ടോപ്പിലിട്ട് ഹൈ റെസല്യൂഷൻ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് മണിക്കൂറുകളോളം എഡിറ്റ് ചെയ്തു. അവൾ കോൺട്രാസ്റ്റ് കൂട്ടി, ഷാർപ്നെസ് തീവ്രമാക്കി. ഓരോ തവണ എഡിറ്റിംഗ് ടൂളുകൾ ഉപയോഗിക്കുമ്പോഴും മുറിയുടെ ആഴത്തിലുള്ള ഇരുട്ട് കൂടുതൽ കട്ടിയാകുന്നതുപോലെ അവൾക്ക് തോന്നി. ഒടുവിൽ ഷാർപ്നെസ്സും കോൺട്രാസ്റ്റും പരമാവധി കൂട്ടിയപ്പോൾ മുറിയുടെ അവസാന ബെഞ്ചിൽ ഒരു രൂപം തെളിഞ്ഞുകിട്ടി. അതൊരു കറുത്ത വസ്ത്രം ധരിച്ച സ്ത്രീയുടെ രൂപമായിരുന്നു. ആ രൂപത്തിന്റെ തല താഴ്ന്നിരുന്നു. അവിടെ വെളിച്ചത്തിന്റെ ഒരു കണിക പോലും പതിഞ്ഞിരുന്നില്ല. അത് വെറുമൊരു സ്ത്രീരൂപമായിരുന്നില്ല. അത് കട്ടിയുള്ള കറുത്ത പുകയുടെ രൂപം പോലെ തോന്നി. ആ രൂപത്തിന് ഒരു തരം നിശ്ചലതയുണ്ടായിരുന്നു. ഒരു ചിത്രത്തിൽ പോലും ചലനം നിലച്ചതുപോലെ തോന്നി. ഗൗരിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. അവൾ സൂം ചെയ്തപ്പോൾ തല താഴ്ത്തിയിരുന്ന ആ രൂപം പതിയെ ഉയരുന്നതുപോലെ അവൾക്ക് തോന്നി. ആ തല ഉയർന്നു വന്നപ്പോൾ മുഖം വ്യക്തമായില്ല. എങ്കിലും ആ കറുത്ത പുകമഞ്ഞിൽ 2 ചുവന്ന പൊട്ടുകൾ തിളങ്ങി നിന്നു. അവ കണ്ണുകളായിരുന്നു. ആ കണ്ണുകൾ നേരെ ഗൗരിയുടെ ലാപ്ടോപ്പ് സ്ക്രീനിലൂടെ അവളെ നോക്കുന്നതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്ന ഗൗരിയുടെ ഹോട്ടൽ മുറിയിൽ പെട്ടെന്ന് ആ സുഗന്ധം വീണ്ടും നിറഞ്ഞു. വാടിയ പൂവിന്റെയും പഴയ അത്തർഗന്ധത്തിന്റെയും. ഇത്തവണ അത് മുൻപത്തേക്കാൾ ശക്തമായിരുന്നു. അവളുടെ മുറിയിലെ താപനില പെട്ടെന്ന് താഴ്ന്നു. എയർ കണ്ടീഷണർ ഓണാകാതെ തന്നെ. ആ ഗന്ധം തീവ്രമായപ്പോൾ അവൾക്ക് പിന്നിലായി ഒരു നിഴൽ രൂപം ചലിക്കുന്നതായി അവൾക്ക് തോന്നി. ഒരു സെക്കൻഡ് നേരത്തേക്ക് അവളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ പ്രതിബിംബമായി അവൾക്ക് പിന്നിൽ കറുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ രൂപം കണ്ടു. അവൾ തിരിഞ്ഞു നോക്കിയെങ്കിലും മുറിയിൽ അവൾ തനിച്ചായിരുന്നു. ജനലുകൾ അടച്ചിരുന്നു. ആ ഗന്ധം അവളുടെ ശ്വാസം മുട്ടിച്ചു. അവൾ പേടിച്ച് തലയണയിലേക്ക് മുഖം പൂഴ്ത്തി ലാപ്ടോപ്പ് വലിച്ചടച്ചു. രാത്രിയിലെ മർമ്മരം. ആ രാത്രി ഗൗരിയുടെ ഹോട്ടൽ മുറി ഭീകരമായ ഒരു തടവറയായി മാറി. അവൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. ജനലുകൾ ഭദ്രമായി അടച്ചിരുന്നു. എയർ കണ്ടീഷണർ ഓഫായിരുന്നു. എങ്കിലും മുറിയിൽ ശവക്കല്ലറയിലെന്നപോലെ ഒരുതരം മരവിപ്പിക്കുന്ന തണുപ്പ് തളം കെട്ടിനിന്നു. ആ തണുപ്പിന്റെ ഉറവിടം മുറിയുടെ ഭിത്തികളായിരുന്നില്ല, മറിച്ച് അവളുടെ ചർമ്മത്തിന്റെ ഓരോ സുഷിരങ്ങളിലൂടെയും അകത്തേക്ക് കയറുന്ന ഒരു അദൃശ്യ ശക്തിയായിരുന്നു. അവൾ കട്ടിലിൽ നിവർന്നു കിടന്നു. അവളുടെ ഹൃദയമിടിപ്പ് ചെവിയിൽ ഡ്രം കൊട്ടുന്നതുപോലെ മുഴങ്ങി. ഓരോ നിമിഷവും മുറിയുടെ മൂലകളിൽ നിന്നും കട്ടിലിന്റെ അടിയിൽ നിന്നും
എന്തിന്? സ്വന്തം നിഴലിൽ നിന്ന് പോലും എന്തോ ഒന്ന് പുറത്തുവരാൻ കാത്തിരിക്കുന്നതുപോലെ അവൾക്ക് തോന്നി. പാതി മയക്കത്തിനിടയിൽ അവൾ ആ ശബ്ദങ്ങൾ കേട്ടു. അത് കുട്ടികളുടെ കൂട്ടായ കരച്ചിലോ അതോ ഭ്രാന്തമായ ചിരിയോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരുതരം ഇഴഞ്ഞ സംഭാഷണമായിരുന്നു. ശബ്ദം നേർത്തതായിരുന്നു, പക്ഷേ അത് അവരുടെ തലച്ചോറിൻ്റെ ഏറ്റവും ആഴങ്ങളിലേക്ക് തുളച്ചുകയറി. ശബ്ദങ്ങൾ ഇങ്ങനെയായിരുന്നു: വിളിച്ചു, അവൾ ഞങ്ങളെ വിളിച്ചു. വിശക്കുന്നു, ഞങ്ങൾക്ക് വെളിച്ചം വേണം. അവളെ പിടിക്കൂ, അവളാണ് ഞങ്ങളുടെ താക്കോൽ. ഒടുവിൽ ശബ്ദങ്ങൾ ഒരുമിച്ച് നിർത്തുകയും തുടർന്ന് ഭ്രാന്തമായി ഒരേ ടോണിൽ ഒരേ വേഗത്തിൽ വികൃതമായ ഒരു ചിരി ചിരിക്കുകയും ചെയ്തു. ആ ചിരി മനുഷ്യൻ്റേതായിരുന്നില്ല. അതിൽ മനുഷ്യവികാരങ്ങളുടെയോ സന്തോഷത്തിൻ്റെയോ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. ഉണങ്ങിയ ഇലകൾ ഒരുമിച്ച് നിലത്തുരസുന്നതുപോലെയുള്ള ഒരു ഭീകരമായ ശബ്ദം. ഗൗരി ഭയന്ന് പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടി. അപ്പോഴവളുടെ കാലിൻ്റെ പെരുവിരലിൽ ആരോ വളരെ തണുത്ത വിരലുകൾ കൊണ്ട് മൃദുവായി തലോടിയതുപോലെ അവൾക്ക് തോന്നി. ആ തണുപ്പ് ഒരു മരണത്തിൻ്റെ തണുപ്പായിരുന്നു. നടുക്കത്തോടെ അവൾ കണ്ണുകൾ തുറന്നു. പുതപ്പ് വലിച്ചുമാറ്റി ലൈറ്റിട്ടു. അവിടെ ആരുമുണ്ടായിരുന്നില്ല. അവൾ കട്ടിലിൻ്റെ മൂലയിൽ ഭയന്നിരുന്നു. അപ്പോൾ ലാപ്ടോപ്പ് അടച്ചിരുന്നിട്ടും അതിൻ്റെ മുൻവശത്തെ ചെറിയ LED ലൈറ്റ് പതിഞ്ഞ ചുവന്ന നിറത്തിൽ മിന്നിമറഞ്ഞു. അത് ശ്രദ്ധിച്ച നിമിഷം അവൾക്ക് പിന്നിലായി വീണ്ടും ആ വാടിയ പൂവിൻ്റെയും പഴയ അത്തർഗന്ധത്തിൻ്റെയും തീവ്രമായ സാന്നിധ്യം അനുഭവപ്പെട്ടു. ഇത്തവണ അവൾ തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കിയാൽ ആ കറുത്ത സ്ത്രീരൂപം തന്നെത്താനെ നോക്കി നിൽക്കുന്നുണ്ടാകും എന്ന ഭീകരമായ ഉറപ്പ് അവൾക്ക് ലഭിച്ചിരുന്നു. അവളുടെ മനസ്സ് യുക്തിക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരു ഭീകരമായ സത്യത്തിലേക്ക് വീണുപോയിരുന്നു. ബാധയേറ്റ കുട്ടികൾ. അടുത്ത ദിവസം രാവിലെ സ്കൂളിലെത്തിയപ്പോൾ ഗൗരി കണ്ടത് ഒരു ഭീകര ദൃശ്യമാണ്. നേരത്തെ ഷൂട്ടിങ്ങിനായി കൊണ്ടുവന്ന വെളിച്ചവും ചിരിയുമെല്ലാം ആ സ്കൂളിൽ നിന്ന് പാടെ മാഞ്ഞുപോയിരുന്നു. പകരം അവിടെ ദുർഗന്ധവും ഭയത്തിൻ്റെ കട്ട പിടിച്ച അന്തരീക്ഷവും മാത്രം. പഴയ സ്കൂളിൻ്റെ കൽക്കെട്ടിൻ്റെ ഇടനാഴിയിൽ വെച്ച് ഗൗരി കണ്ട ആ കാഴ്ച അവളുടെ യുക്തിയെ പൂർണ്ണമായും തകർത്തു. ഭാസ്കരൻ ചേട്ടൻ ഭയചകിതനായി കയറുകൊണ്ട് കൈകൾ കെട്ടിയ നിലയിലുള്ള 4 കുട്ടികളെയും കൊണ്ട് നടന്നുപോകുന്നു. ആ കുട്ടികൾ തലേന്നത്തെ നിഷ്കളങ്കമായ കുട്ടികളായിരുന്നില്ല. അവരുടെ മുഖം വിളറി വെളുത്തിരുന്നു. ശരീരത്തിൽ എവിടെയോ കറുത്ത പാടുകൾ പടർന്നിരുന്നു. ഏറ്റവും ഭീകരമായത് അവരുടെ കണ്ണുകളായിരുന്നു. കണ്ണുകളുടെ കൃഷ്ണമണി സാധാരണയിൽ കവിഞ്ഞ് ഇരുണ്ടതായിരുന്നു. അതിനുള്ളിൽ ഒരുതരം ചുവന്ന തിളക്കം. അവരുടെ ചുണ്ടുകൾ വലിഞ്ഞു മുറുകി ഭീകരമായ ഒരു ചിരി അവരെ വികൃതമാക്കി. ഗൗരി ഓടിച്ചെന്ന ഭാസ്കരൻ ചേട്ടൻ്റെ മുന്നിൽ നിന്നു. ഭാസ്കരൻ ചേട്ടാ, ഇതെന്താ? കുട്ടികൾക്ക് എന്തുപറ്റി? എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? ഭാസ്കരൻ ചേട്ടൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ആ ജിന്നുകൾ, നീ തുറന്നുവിട്ടപ്പോൾ പുറത്തുവന്നവർ, അവരിപ്പോൾ ഈ പാവം കുട്ടികളെ പിടികൂടി. ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. കൂട്ടമായി നിലവിളികൾ. മുറിയിൽ വെളിച്ചം കണ്ടാൽ അവരതിനെ കടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യനല്ലാത്ത ഒരു ശബ്ദമാണ് അവർക്ക്. കുട്ടികൾ 4 പേരും കയറിൽ തൂങ്ങിക്കിടന്ന് ഭാസ്കരൻ ചേട്ടൻ്റെ പിടിയിൽ നിന്ന് കുതറിമാറാൻ ശ്രമിച്ചു. അവരുടെ കൈകാലുകൾ അസ്വാഭാവികമായി വളയുന്നുണ്ടായിരുന്നു. മനുഷ്യ ശരീരത്തിന് വഴങ്ങാൻ കഴിയാത്തത്ര വേഗത്തിലായിരുന്നു അവരുടെ ചലനം. പെട്ടെന്ന് കുട്ടികളിൽ ഏറ്റവും മുതിർന്നവൻ തൻ്റെ തല അസ്വാഭാവികമായി പിന്നോട്ട് വളച്ച് നേരെ ഗൗരിയെ നോക്കി. അവൻ്റെ വായിൽ നിന്ന് വന്നത് ഒരു കുട്ടിയുടെ ശബ്ദമായിരുന്നില്ല, മറിച്ചൊരു ഇരുണ്ടടഞ്ഞ ആഴമുള്ള പരുപരുത്ത പുരുഷ ശബ്ദമായിരുന്നു. അവളാണ്. അവൾ താക്കോൽ തന്നു. ഞങ്ങളുടെ ലോകത്തേക്കുള്ള വാതിൽ അവൾ തുറന്നു. നീ ഞങ്ങളെ കണ്ടല്ലോ, ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെയും കാണുന്നു. തിരിച്ചു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ ശബ്ദം കേട്ട ഗൗരിയുടെ ടീം അംഗങ്ങൾ പേടിച്ചു പിന്നോട്ടു മാറി. അവരുടെ ക്യാമറകൾ നിലത്തു വീണു. കുട്ടികളുടെ കണ്ണിലെ ആ ക്രൂരമായ ചിരിയും അവർ സംസാരിച്ച ഭീകരമായ ശബ്ദവും ഗൗരിയുടെ യുക്തിയുടെ അവസാനത്തെ കച്ചിത്തുരുമ്പും തകർത്തു. ഈ കുട്ടികൾക്ക് ഇനി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയുമോ എന്ന ഭീകരചിന്ത അവളെ തളർത്തി. വേഗം പോകുമോളെ, ഇവരെ മൗലവിയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്, ഭാസ്കരൻ ചേട്ടൻ ഭയത്തോടെ പറഞ്ഞു. ഈ കുട്ടികളെ രക്ഷിക്കാൻ അവനു മാത്രമേ കഴിയൂ. നീ ചെയ്ത പാപം, നിനക്കിനി ഇതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. ആ കുട്ടികളുടെ കണ്ണിലെ ഭീകരതയും അവർ പുറപ്പെടുവിച്ച ക്രൂരമായ ചിരിയും ഗൗരിയുടെ കാതുകളിൽ ഒരു ശാപം പോലെ മുഴങ്ങി. അവൾ വാതിൽ തുറന്ന നിമിഷം അവൾ അറിയാതെ ഈ ദുരാത്മാവിന് ഈ കുട്ടികളെ പിടികൂടാനുള്ള അനുവാദം നൽകുകയായിരുന്നു. ഈ ഭീകരതയുടെ എല്ലാം ഉത്തരവാദി താനാണെന്ന ചിന്ത അവളെ മാനസികമായി തകർത്തു. മൗലവിയുടെ അടുത്ത്
താൻ ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഗൗരി ക്രൂവിനൊപ്പം മൗലവിയുടെ അടുത്തെത്തി. കാഞ്ഞിരപ്പള്ളി ഗ്രാമത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഒരു കുന്നിന്റെ മുകളിലാണ് മൗലവിയുടെ വീട്. നിങ്ങളൊരു വലിയ തെറ്റാണ് ചെയ്തത് മോളെ. ഇത് ജിന്നുകളുടെ ബാധയാണ്. ശക്തമായ ഒരു ആസർ ആ മുറിയിൽ ബന്ധിക്കപ്പെട്ടിരുന്നു. ഇത് വെറുമൊരു കറുത്ത മന്ത്രവാദമല്ല, ഇതിനൊരു ചരിത്രമുണ്ട്. ഗൗരിയുടെ മനസ്സിലെ യുക്തിവാദം പൂർണ്ണമായും തകർന്നു. അവൾ വിറയലോടെ സത്യം പറഞ്ഞു. മൗലവി ഒരു ദീർഘനിശ്വാസമെടുത്തു. 100 വർഷം മുൻപ് ഈ സ്കൂളിരിക്കുന്ന സ്ഥലം ഒരു വലിയ തറവാടിൻ്റേതായിരുന്നു. അവിടെ ജിന്നുകളെ പൂജിച്ചിരുന്ന ഒരു കറുത്ത മാന്ത്രികനുണ്ടായിരുന്നു. നാട്ടുകാരെ ഉപദ്രവിക്കാൻ വേണ്ടി അയാൾ ആ ജിന്നിനെ സ്വന്തമാക്കി. ആ മുറിയിൽ വെച്ചാണ് അയാൾ മരിച്ചതും. അതിൻ്റെ ആസിറിനെ ഒരു തകിടിൽ അഥവാ താലിസിൽ എഴുതി മുറിയിൽ പൂട്ടിയിരുന്നു. എൻ്റെ പിതാവാണ് ആ ജിന്നിനെ അവിടെ തളച്ചിട്ടത്. അന്ന് 13 കുട്ടികളെ ഇതേപോലെ ജിന്നുകൾ ബാധിച്ചു. ആ മുറി തളച്ചിട്ടത് ആ 13 കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ആ കുട്ടികളിൽ ഒരാൾ എൻ്റെ അനിയനായിരുന്നു നൗഫൽ. ഭാസ്കരൻ ചേട്ടൻ വിങ്ങിപ്പൊട്ടി. അവൻ രക്ഷപ്പെട്ടു. പക്ഷേ ആ ഭയം അവനെ വിട്ടുപോയില്ല. അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും ആ സ്കൂളിൻ്റെ പടി കാക്കുന്നത്. മൗലവി തുടർന്നു. നീ തുറന്നത് വെറുമൊരു വാതിലല്ല, നീ തുറന്നത് ഞങ്ങളുടെ ഭൂതകാലത്തെയാണ്. ഏറ്റവും ദുർബലമായ കുട്ടികളെയാണ് ആ ആസിർ ആദ്യം പിടികൂടുന്നത്. ആ കറുത്ത സ്ത്രീരൂപം അത് വെറുമൊരു ജിന്നല്ല, അതൊരു കരീമാണ്, ഒപ്പം കൂടുന്ന ദുരാത്മാവ്. ഇനി അത് നിങ്ങളെ പിന്തുടരാൻ തുടങ്ങും. മൗലവിയുടെ സഹായത്തോടെ കുട്ടികൾക്ക് വേണ്ടി ഭീകരമായ ഒഴിപ്പിക്കൽ ചടങ്ങുകൾ നടന്നു. ആ മുറിയിലെ ദുരാത്മാവ് ഒഴിഞ്ഞുപോകാനായി മൗലവി അറബി മലയാളത്തിൽ മന്ത്രങ്ങൾ ഉരുമിട്ടു. മുറിയിൽ ചന്ദനത്തിരിയുടെയും ഔഷധങ്ങളുടെയും പുക നിറഞ്ഞു. കുട്ടികളുടെ കരച്ചിലുകൾ മനുഷ്യന് കേൾക്കാൻ കഴിയാത്തത്ര ഭീകരമായിരുന്നു. അവരുടെ ശരീരം വളയുകയും കസേരകളിൽ നിന്നുയർന്ന് താഴെ വീഴുകയും ചെയ്തു. ഗൗരി ആ കാഴ്ച കണ്ടു ഭയന്നു. തലകറങ്ങി താഴെ വീഴുമെന്നായി. ജിന്ന് സംസാരിച്ച ആഴമുള്ള പരുവരുത്ത ശബ്ദം മൗലവിയെ വെല്ലുവിളിച്ചു. നീ എന്നെ തളിച്ചിടില്ല. വാതിൽ തുറന്നു. ഞാനിനി പുറത്താണ്. അവളാണ് എനിക്ക് താക്കോൽ തന്നത്. ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ കുട്ടികൾക്ക് സ്വബോധം തിരിച്ചു കിട്ടി. അവർ തളർന്ന് തറയിൽ കിടന്നു. തണുത്ത ഒരു നോട്ടം നൽകിക്കൊണ്ട് മൗലവി ഗൗരിയെ നോക്കി. ഇതവസാനമല്ല മോളെ. ഒരു ശക്തമായ ജിന്നിനെ കെട്ടിയിടാൻ ശ്രമിക്കുമ്പോൾ അതിന് കൂടുതൽ ശക്തി വർദ്ധിക്കും. ഈ പ്രദേശം മുഴുവൻ ഇപ്പോൾ അതിൻ്റെ സാന്നിധ്യമുണ്ട്. നിന്റെ കൂടെ ഒന്ന് പോയിട്ടുണ്ട്. അടുത്ത 2 ദിവസം കൊണ്ട് മൗലവിയും സംഘവും ആ അടഞ്ഞ വാതിൽ കൂടുതൽ ശക്തിയുള്ള തകിടുകളും പ്രത്യേക പ്രാർത്ഥനകളും ചന്ദനത്തിരിയുടെയും മറ്റ് ഔഷധങ്ങളുടെയും മിശ്രിതവും ഉപയോഗിച്ച് വീണ്ടും അടച്ചു. ഇത്തവണ ഇരുമ്പിൽ തീർത്ത വലിയൊരു പൂട്ട് അതിൻ്റെ പുറത്ത് സ്ഥാപിച്ചു. പുറത്ത് വാതിലിന് മുകളിൽ അവർ ഒരു വലിയ തകിട് സ്ഥാപിച്ചു. അതിൻ്റെ വക്കുകളിൽ നിന്ന് തീവ്രമായ തണുപ്പ് പ്രസരിച്ചുകൊണ്ടിരുന്നു. അന്തിമ ഉപദേശം. കൊച്ചിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഗൗരിയുടെ മനസ്സിൽ ആ പഴയ പ്രൊഫഷണൽ ചിന്താഗതി ഉണ്ടായിരുന്നില്ല. താൻ ചെയ്തതൊരു വലിയ പാപമാണെന്ന് അവൾക്ക് മനസ്സിലായി. സ്കൂളിനെക്കുറിച്ചുള്ള യഥാർത്ഥ ഭീകരമായ വിവരങ്ങൾ മാസികയിൽ പ്രസിദ്ധീകരിക്കേണ്ടെന്ന് അവൾ തീരുമാനിച്ചു. അതിരുകൾ ലംഘിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് താൻ മാത്രമല്ല, ആ ഗ്രാമം മുഴുവനാണെന്ന് അവൾ അറിഞ്ഞു. അവൾ പകരം സ്കൂളിന് കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ലളിതമായ ലേഖനം പ്രസിദ്ധീകരിച്ചു. എന്നാൽ ആ ലേഖനത്തിൽ ഒരു വാതിലിനെക്കുറിച്ചോ കറുത്ത സ്ത്രീരൂപത്തെക്കുറിച്ചോ തണുത്ത കാറ്റിനെക്കുറിച്ചോ പരാമർശിച്ചില്ല. എന്നാൽ ഗൗരിയുടെ ജീവിതം പൂർവാവസ്ഥയിലായില്ല. കൊച്ചിയിലെ എയർ കണ്ടീഷൻഡ് ഓഫീസിൽ ഇരിക്കുമ്പോഴും അവൾക്കിടയ്ക്കിടയ്ക്ക് ആ തീവ്രമായ തണുപ്പ് അനുഭവപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് പിന്നിൽ വാടിയ പൂവിൻ്റെയും പഴയ അത്തർഗന്ധത്തിൻ്റെയും ഗന്ധം അവളെ പിന്തുടർന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമുണ്ടാവാറില്ല. ആഖ്യാതാവിൻ്റെ അന്തിമ ഉപദേശം. രാത്രിയുടെ അസമയത്തോ വിജനമായ ഇരുണ്ട സ്ഥലങ്ങളിലോ പെട്ടെന്നൊരു സുഗന്ധം അഥവാ അടുത്തൊന്നും സുഗന്ധം പരത്തുന്നതോ പൂക്കളോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ മിണ്ടാതെ മാറിപ്പോകുക. കാരണം അത് ജിന്നുകളുടെ സാന്നിധ്യമാണ്. നിങ്ങൾ ആ ഗന്ധത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾ അറിയാതെ ഏതെങ്കിലും അടഞ്ഞ വാതിലുകൾ തുറക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതവും ഒരു ഭീകരകഥയായി മാറും.